Next, we will talk about endotracheal intubation. Endotracheal intubation, there are three types: awake intubation and DSA, delay sequence intubation, and RSA, rapid sequence intubation. These are three intubation. Endotracheal intubation divided. Awake intubation in the sense emergency. പെട്ടെന്ന് ചെയ്യുന്ന ഇന്റബേഷൻ, അതായത് ട്രോമ പേഷ്യന്റ്, പോളിട്രോമ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പേഷ്യന്റ് LOC ലോസ് ഓഫ് കോൺഷ്യസ്നസ് അങ്ങനെയുള്ള കണ്ടീഷനിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് പേഷ്യന്റിനെ വിത്തൗട്ട് എനി ഡ്രഗ് സഡേഷൻ ചെയ്യാതെ കൊടുക്കുന്ന ഇന്റബേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്, അവേക്ക് ഇന്റബേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഏതാ പറഞ്ഞത്, ഡിലേഡ് സീക്വന്റ് ഇന്റബേഷൻ അല്ലെ. ഡിലേഡ് സീക്വന്റ് ഈസ് വാട്ട്, അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യം. ഡിലേഡ് സീക്വന്റ് ഇന്റബേഷനിൽ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, പേഷ്യന്റ് ഓൺ COPD കണ്ടീഷനൊക്കെ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ അല്ലെ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ആ രീതിയിലുള്ള കണ്ടീഷനുള്ള പേഷ്യൻസ് ഒക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, പേഷ്യന്റിനെ ട്യൂബ് ചെയ്ത്, അതായത് വെന്റിലേറ്റർ സപ്പോർട്ടിലേക്ക് മാറ്റുക എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റിബേറ്റ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. മോഡും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആണെങ്കിലും ഒരു വെന്റിലേറ്റർ സപ്പോർട്ട് പേഷ്യന്റിനെ കൊടുക്കുക, പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച്. ആ രീതിയിൽ ഇന്റിബേഷൻ ഡിലേഡ് സീക്വന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മൾ DSA ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ രീതിയിൽ നമ്മൾ പേഷ്യന്റിനെ ട്യൂബ് ചെയ്യുമ്പോൾ, COPD ഉള്ള പേഷ്യന്റ് ആകുമ്പോൾ ഒരു വട്ടം ട്യൂബ് ചെയ്താൽ ചിലപ്പോൾ വെന്റിലേറ്റർ ഡിപ്പെൻഡന്റ് എന്നുള്ള കണ്ടീഷനിലോട്ട് പേഷ്യന്റ് മാറും. ആ രീതിയിൽ പേഷ്യന്റിനെ മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേഷ്യൻസിന് അത് O2 സപ്പോർട്ട് കൊടുക്കുന്നു, ദെൻ ബൈപ്പാപ്പ് സപ്പോർട്ട്, വെന്റി ബൈപ്പാപ്പ്, ആ രീതിയിൽ പേഷ്യന്റിനെ പ്രഷർ കൂടിയ എന്താ പറയാ O2 സപ്പോർട്ട് കൊടുത്തിട്ട് അതിലും പിക്ക് ആയിട്ടില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ഡിലേഡ് സീക്വൻസ്, ഡിലേ ആയിട്ട് പേഷ്യന്റ് എന്ത് ചെയ്യുന്നത്, ഇന്റിബേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ഡ്രഗും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, അതാണ് ഡിലേഡ് സീക്വൻസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ആൻഡ് RSA, റാപ്പിഡ് സീക്വൻസ് ഇന്റിബേഷൻ. RSA നമ്മൾ ചെയ്യുന്നത് എന്താണ്, അതായത് പേഷ്യന്റിനെ മെല്ലെ ചെയ്യുന്ന ഇന്റിബേഷൻ, പ്ലാൻ ആയിട്ട് ചെയ്യുന്ന ഇന്റിബേഷൻ ആണ് റാപ്പിഡ് സീക്വൻസ് ഇന്റിബേഷൻ എന്ന് പറയുന്നത്. ഇൻ ദ സെൻസ് പേഷ്യന്റിനെ നമ്മൾ GCS ഫോർ ലെസ് ദാൻ 8 ആ രീതിയിലുള്ള കണ്ടീഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, RSA, റാപ്പിഡ് സീക്വൻസ് ഇന്റിബേഷൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? 3 ഇന്റിബേഷൻസ് ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? അവേക്ക്, delayed sequence intubation and RSA, rapid sequence intubation. ഓക്കെ, ഇനി അതിന്റെ ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് പ്രിപ്പറേഷൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിൽ വരുന്നത് ഒരു 8 P's ആണ്. 8 P's in the sense preparation. First P is preparation, plan B, prick. Okay, then plan B with the preparation in the sense prepare, preparation, plan B, പിന്നെ paralytic agents. Then next B is position of placement of tubing and position of tubing. Last post intubation care. ഈ രീതിയിലാണ് നമ്മൾ ഇന്റിബേഷൻ, എൻഡോട്രക്കിയൽ ഇന്റിബേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്ത്, അല്ലെങ്കിൽ അതിന്റെ സ്റ്റെപ്സ് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, പ്രിപ്പറേഷൻ ഇൻ ദി സെൻസ് എന്താ നമുക്ക് പറയാനുള്ളത്, പ്രിപ്പയർ എവറിത്തിങ് ഫോർ ആൻ എൻഡോട്രക്കിയൽ ഇന്റിബേഷൻ. സോ എൻഡോട്രക്കിയൽ ഇന്റിബേഷൻ ചെയ്യുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ വേണം? ഫസ്റ്റ് നമുക്ക് ക്രാഷ് ടോളിയിൽ എടുക്കാം. ക്രാഷ് ടോളിയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആയിരിക്കും അല്ലെ, ഇൻക്ലൂഡിങ് ദ ഡിഫിബ്രിലേറ്റർ. ഡിഫിബ്രിലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, മെയിൻ ആയിട്ട് നമുക്ക് മൾട്ടിപാര മോണിറ്റർ ചെയ്യുമ്പോൾ അതിലുള്ള വേവിനേക്കാളും കുറച്ചും കൂടി ഒരു എന്താ പറയാ ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു ഇത് കിട്ടും നമുക്ക് ഇന്റിബേറ്റിൽ, അതായത് ഡിഫിബ്രിലേറ്ററിൽ നമ്മൾ മോണിറ്റർ ചെയ്യുമ്പോഴാണ്. ക്ലിയർ അല്ലേ? ഡിഫിബ്രിലേറ്റർ മോണിറ്റർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മോണിറ്റർ, അതായത് നമുക്ക് ഇത് ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഓൺ പേഷ്യന്റ് ക്രാഷ് ആണ് എങ്കിൽ നിങ്ങൾ ലീഡ് വെക്കും. എപ്പോഴും നമ്മൾ വെക്കാറുണ്ട്. നോർമലി നമ്മൾ വെക്കുന്നത് സ്റ്റേണത്തിന്റെ അല്ലെ, സ്റ്റേണത്തിന്റെ എന്താ രണ്ട് സൈഡിലായിട്ട് സെക്കൻഡ് ഇന്റർകോസ്റ്റില് റൈറ്റും ലെഫ്റ്റും ആയിട്ടാണ് വെക്കുന്നത്. പക്ഷെ ട്യൂബ് ചെയ്യുന്ന കണ്ടീഷനിൽ അല്ലെങ്കിൽ ക്രാഷ് ആയിരുന്ന കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യന്റെ ഷോൾഡറിലാണ് നമ്മൾ ലീഡ് വെക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് യെല്ലോ, റെഡ് ആൻഡ് ഗ്രീൻ ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ലെഫ്റ്റില് നമ്മൾ യെല്ലോ കൊടുക്കും, ലെഫ്റ്റില് ഷോൾഡറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, യെല്ലോ കൊടുക്കുന്നുണ്ട്. ഇതിന് ഇൻഡിക്കേഷൻ ഉണ്ട് അതിൽ LFR എന്നൊക്കെ പറഞ്ഞിട്ട്. F നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പക്സിലാണ് കൊടുക്കുന്നത്, ഹാർട്ടിന്റെ അപ്പക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് അപ്പൊ ലെഫ്റ്റ് സൈഡ് നമുക്ക് ക്ലിയർ ആയി. ദെൻ റൈറ്റിൽ നമ്മൾ ജസ്റ്റ് റൈറ്റ് ഷോൾഡറിൽ കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട് അറിയാം ഷോൾഡറിൽ നമ്മൾ വെക്കുന്നത്, അവിടെ വെക്കാതെ ചെസ്റ്റിന്റെ നോർമൽ ആ രീതിയിൽ വെക്കാതെ വെക്കുന്നത് വെച്ചാൽ പേഷ്യന്റിനെ ഞാൻ പറഞ്ഞു VT or VF ഷോക്ക് അപരിതമാണെങ്കിൽ എന്ത് ചെയ്യുന്നത്, ഷോക്ക് അപരിതമാണെങ്കിൽ ഷോക്ക് കൊടുക്കാനുള്ള ഈസിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലീഡ് അവിടെ വെക്കുന്നത്. കാരണം ആ സമയത്ത് നമുക്ക് ജെല്ല് എടുത്തിട്ട് മാറ്റിയിട്ട് വെക്കുമ്പോഴൊക്കെ ഇതിന്റെ സ്റ്റിഫ്നെസ് പോകും, അല്ലെങ്കിൽ ഇതിന്റെ ഫിനിഷിങ് പോകും. അവിടെ പ്രത്യേകം ആ ശ്രദ്ധിക്കുക. പേഷ്യന്റ് ക്രാഷിലാണെങ്കിൽ പേഷ്യന്റ് സിപിആർ കൊടുക്കുന്ന കണ്ടീഷനൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പേഷ്യന്റെ ലീഡ് ഡിഫിബ്രിലേറ്റർ ലീഡ്സ് വെക്കുന്നത് ഷോൾഡറിൽ തന്നെയാണ്. ഓക്കെ,
ഇത് മാത്രമേ ഒരു കൺഫ്യൂഷൻ വരാറുള്ളൂ. ഇത് നമ്മൾ ഹാർട്ടിന്റെ അപെക്സിലാണ് വയ്ക്കുക, മിഡ് ക്ലാവിക്കുലർ ലൈനിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? ബാക്കി നമ്മൾ ഷോക്ക് കൊടുക്കുന്ന അറിയില്ല. ഷോക്ക് കൊടുക്കുന്ന പ്ലേസ്മെന്റ് എവിടെയാണ്? റൈറ്റ് സൈഡിൽ ജസ്റ്റ് ബിലോ ദ ക്ലാവിക്കൽ ആൻഡ് ലെഫ്റ്റ് ഓഫ് ദ അപെക്സിലാണ് നമ്മൾ ഷോക്ക് പാഡിൽസ് വെക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അതിലേക്ക് നമ്മൾ പോകുന്നില്ല, നമുക്ക് ഇത് തന്നെ ഡിസ്കസ് ചെയ്യാം. ഇന്റിബേഷൻ, കെയർ, കാര്യങ്ങൾ. പ്രിപ്പറേഷൻ എന്ത് സെൻസ് ചെയ്യാൻ പറഞ്ഞു? പ്രിപ്പറേഷൻ, ക്രാഷ് ട്രോളി ആൻഡ് പിന്നെ ക്രാഷ് ഡ്രഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ക്രാഷ് ട്രോളി വെക്കണം, O2 സെറ്റ് ചെയ്യണം, 2 ഡിഫറെന്റ് സൈസ് ഓഫ് ട്യൂബ് വേണം, ബൂജി വേണം, സിലിക്കോൺ, അങ്ങനെയുള്ള ഡിഫറെന്റ് കാര്യങ്ങൾ ഫോർ ദ ഫ്ലോർ ആൻഡ് ഈസി ഇന്റിബേഷനിലുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. ക്ലിയർ അല്ലേ? അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, ട്യൂബ് ഓടിക്കാൻ ഡിസ്കസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ. ദെൻ നെക്സ്റ്റ് പി ഈസ് പ്രിക്കോ തൈറോട്ടമി. അതായത് OMFS കേസ് ഒക്കെ വരും നമുക്ക്. അതായത് മൗത്ത് ഭയങ്കര പോളിട്രോമ ആണെങ്കിൽ മൗത്തിൽ ഭയങ്കര ഇഞ്ചുറി, ട്യൂബ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടിരിക്കുന്ന കണ്ടീഷൻ, ആ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പ്രിക്കോ തൈറോട്ടമി, പ്ലാൻ ബി എന്ന് പറയും. പ്രിക്കോ തൈറോട്ടമി നമുക്ക് ഇവിടെ ഒരു ഇൻസിഷൻ ഇട്ടിട്ട് ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്യൂബ് ചെയ്യുന്നു. ആ കണ്ടീഷനാണ് പ്രിക്കോ തൈറോട്ടമി എന്ന് പറയുന്നത്. ഓക്കെ, വെന്റിലേറ്റർ സപ്പോർട്ടിലേക്ക് കൊടുക്കാനുള്ള നെക്സ്റ്റ് ഒരു വേ ആണ് നമുക്ക് അല്ലെ. മൗത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന? ട്രക്കിയിലേക്ക് ഡയറക്റ്റ് ഇൻസിഷൻ ഇട്ടിട്ട് ട്യൂബ് ചെയ്യുന്ന കണ്ടീഷനാണ് പ്രിക്കോ തൈറോട്ടമി പറയുന്നത്. ആ കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്യൂബ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് O2 അല്ലെ, പ്രീ ഓക്സിജനേഷൻ. നെക്സ്റ്റ് പി വരുന്നത് പ്രീ ഓക്സിജനേഷൻ ആണ്. പ്രീ ഓക്സിജനേഷൻ ഇൻ ദ സെൻസ്, ഫോർ എക്സാമ്പിൾ പേഷ്യന്റ് നമ്മൾ RSA ആണ് അല്ലെ, റാപ്പിഡ് സീക്വന്റ് ഇന്റിബേഷൻ ആണെന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യന്റിനെ ആംബ്യൂ ചെയ്യും. പേഷ്യന്റ് ആംബ്യൂ ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അല്ലെ. അതായത് പേഷ്യന്റിനെ RSA, റാപ്പിഡ് സീക്വന്റ് ഇന്റിബേഷൻ, നമ്മൾ ഇന്റിബേറ്റ് ചെയ്യാൻ പോകുന്ന പേഷ്യന്റ്. അപ്പം പേഷ്യന്റിന്റെ സാച്ചുറേഷൻ ലെവൽ COPD പേഷ്യന്റിന് അല്ല പറയുന്നത്. COPD പേഷ്യന്റ് ഞാൻ പറയുമ്പോൾ ഇമാജിൻ ചെയ്ത് COPD പേഷ്യന്റിന് നമ്മൾ എപ്പോഴും ഒരു 100 സാച്ചുറേഷൻ ഒരിക്കലും കിട്ടത്തില്ല. 91, 95 അതിൽ താഴെയായിരിക്കും. 90 to 95 താഴെയായിരിക്കും COPD പേഷ്യൻസിന് സാച്ചുറേഷൻ. അവരുടെ ലങ്സ് അത്രയും ഉണ്ടാവും. ക്ലിയർ അല്ലേ? പ്രീ ഓക്സിജനേഷൻ ഇൻ ദ സെൻസ് നമ്മൾ ട്യൂബ് ചെയ്യാൻ പോകുമ്പോൾ, അതായത് നമ്മള് ലാരിംഗോസ്കോപ്പ് ഉപയോഗിച്ച് നമ്മൾ ട്യൂബ് ചെയ്യാൻ പോവാണ്. ലാരിംഗോസ്കോപ്പ് ഉപയോഗിച്ച് ട്യൂബ് ചെയ്യാൻ പോകുമ്പോൾ പേഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതുവരെ കൊടുത്തിരുന്ന ആംബിബാഗ് സിസ്റ്റം നമ്മൾ മാറ്റും. ആംബി അല്ലെ, ഓട്ടോമാറ്റിക് മാനുവൽ ബ്രീത്തിങ് ഫംഗ്ഷൻ യൂണിറ്റ്, അതാണ് ആംബിബാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആംബിബാഗിന്റെ ഫംഗ്ഷൻ നമ്മൾ മാറ്റിയിട്ട്, അതായത് ഇപ്പോൾ ഹൈ ഫ്ലോ O2 പേഷ്യന്റ് ആംബി നമ്മൾ കൊടുക്കുകയാണ്. ഈ ഒരു ആംബിബാഗ് സിസ്റ്റം നമ്മൾ മാറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പേഷ്യന്റിനെ ട്യൂബ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പ്രീ ഓക്സിജനേഷൻ മീൻസ് പേഷ്യന്റ് അതുവരെയുള്ള സാച്ചുറേഷൻ നമ്മൾ 100 ആയിട്ട് കീപ്പ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, പേഷ്യന്റിന്റെ സാച്ചുറേഷൻ 100 0 ആവുന്നതാണ് നല്ലത്, ഒരു 80 70 0 ആവുന്നതാണ് നല്ലത്. 100 0 ആവുന്നതാണ്. ദാറ്റ് മീൻസ് അത്രയും ഓക്സിജൻ എന്താണ് പേഷ്യന്റ് ലങ്ങിൽ, പേഷ്യന്റെ ബോഡിയിൽ കിട്ടും എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് പ്രീ ഓക്സിജനേഷൻ എന്നുള്ളത് പറയുന്നത്. പിന്നെ RSA പറയുമ്പോൾ നമുക്ക് പേഷ്യന്റ് എന്താ ചെയ്യാൻ പറ്റുന്നത്? പേഷ്യന്റ് ഒരിക്കലും നമ്മൾ അവേക്ക് ആയിട്ട് ഇന്റിബേറ്റ് ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു സഡേറ്റ് അല്ലെ. സഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ ഇവിടെ നോർമലി യൂസ് ചെയ്യുന്ന സഡേറ്റീവ് ഏതൊക്കെയാണ്? മിഡാസോളം, ദെൻ ഏറ്റവും മിഡാസ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യും. ഷോർട്ട് ടൈം അനസ്തെറ്റിക് ആണ്, ഇവിടെ യൂസ് ചെയ്യാറില്ല. ഓൺ ടേബിൾ ക്രാഷിൽ യൂസ് ചെയ്യാറില്ല. നമ്മൾ ക്രാഷിൽ യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണ്? ഏറ്റവും സ്കോളിംഗ്, വെക്രോണിയം, ദെൻ പ്രൊപ്പഫോൾ. പ്രൊപ്പഫോൾ ഒക്കെ OT യൂസ് ചെയ്യാറുണ്ട്, ഇവിടെ യൂസ് ചെയ്യാറില്ല. ഒരു വൈറ്റ് കളർ ഇഞ്ചക്ഷൻ കണ്ടാണ് പ്രൊപ്പഫോൾ. ഇവിടെ ഏറ്റവും ഒക്കെ എത്ര mg ഒന്നും കൂടി പഠിക്കുക. ഓക്കെ, ഏറ്റവും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള 10 ml 20 mg ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വയല് വരുന്നത്. ഓക്കെ, ഡയറക്റ്റ് IV ആണ്. ക്രാഷിൽ കൂടുതലും ഇഞ്ചക്ഷൻസിന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് പഠിക്കും? ഇഞ്ചക്ഷൻസിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കാം. കൂടുതലും ഇഞ്ചക്ഷൻസ് ഡയറക്റ്റ് IV ആണ്. ഓക്കെ, ഈവൻ ക്രാഷിൽ ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന സോഡ ബൈകാർബ് ആണെങ്കിലും കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് നമ്മൾ കുറച്ച് ഫാസ്റ്റിലാണ് കൊടുക്കുന്നത്. 10 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യാറില്ല ABG എടുത്ത് കറക്ഷന്റെ ടൈമിൽ. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് പി ഈസ് പൊസിഷൻ ഓഫ് ട്യൂബിങ്. അതായത് പേഷ്യന്റ് നമ്മൾ സഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താ? പ്ലേസ്മെന്റ് ഓഫ് ട്യൂബിങ് അല്ലെ. എങ്ങനെ പേഷ്യന്റ് നമ്മൾ ഇനി ട്യൂബ് പ്ലേസ് ചെയ്യാന്നുള്ളതാണ്. ട്യൂബ് ഒന്ന് നമുക്ക് പ്ലേസ്മെന്റ് ഓഫ് ട്യൂബിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് പ്രത്യേകിച്ച് നോക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്, നോക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉണ്ടോ. ഈ ഒരു പ്രിപ്പറേഷൻ എന്നുള്ള ടൈമിൽ തന്നെ നമ്മൾ ഈ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഏതെങ്കിലും ട്യൂബിൽ ഉണ്ടോ നോക്കാം. നമ്മൾ എടുത്തിട്ടുള്ളത് 7.5ന്റെ ട്യൂബാണ്.
ഡിഫറൻസിയേഷൻ ഒരു ഡൗട്ട് വരാറുണ്ട്. ഡിഫറൻസിയേഷൻ അതായത് മെയിൽസിന് ചെയ്യുമ്പോഴും ഫീമെയിൽസിന് ചെയ്യുമ്പോഴും ഏതൊക്കെയാ ട്യൂബ് ഫീമെയിൽസിന് നമ്മൾ കൂടുതൽ ഏതൊക്കെയാ യൂസ് ചെയ്യുക 6, 6.5 ആൻഡ് 7 ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, മെയിൽസിന് ചെയ്യുമ്പോൾ അത് ബേസിക്കലി ഫിസിക് അനുസരിച്ചിരിക്കും, പേഷ്യന്റെ ബോഡി ലാംഗ്വേജ് അനുസരിച്ചിരിക്കും നമ്മൾ ചെയ്യുന്നത്. മെയിൽസിനും ഫീമെയിൽസിനും സ്പെഷ്യലി നമ്മൾ അവർക്ക് ഡിഫറൻസ് വരുന്നത് എന്താ വെച്ചാൽ ഫീമെയിൽസിന് നമ്മൾ പറഞ്ഞ മെയിൽസിന് വരുമ്പോൾ 7, 7.5, 8, 8.5 അതാണ് ട്യൂബിന്റെ സൈസ് വരുന്നത്. അതും കൂടി ഒന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, ദെൻ നമുക്ക് ഇതിൽ ട്യൂബിന്റെ പാർട്ട് നമ്മൾ ആദ്യം പഠിക്കണം. ഓക്കെ, ട്യൂബ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു കഫ് വരുന്നുണ്ട്. ദെൻ കപ്പിന് ഇവിടെ ഒരു ബൾബും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കപ്പും കാര്യങ്ങൾ അതിന്റെ പാർട്ട് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിൽ നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യും. ഒരു 10 cc സിറിഞ്ച് ഉപയോഗിച്ച് ജസ്റ്റ് ഇൻഫ്ലേറ്റ് ചെയ്യാം. നമുക്ക് ഒരു 7.5 അല്ലെങ്കിൽ 5 or 7.5 ഒക്കെ മതി ഇതിന്റെ എയറിന്റെ പ്രഷർ ഇതിൽ വരുന്നത്. ഇവിടെ നമ്മൾ 10 cc എയർ അടിക്കുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്താവും, ഇൻഫ്ലേറ്റ് ആവും. സോ അതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ട്രക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ലോക്ക് ചെയ്തിട്ട് നിൽക്കുന്നത്, ഊരി പോരാതിരിക്കാൻ വേണ്ടിട്ട്. ക്ലിയർ അല്ലേ? അതാണ് ട്യൂബിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് നമ്മൾ ഒരു ഇൻഫ്ലേറ്റ് ചെയ്യും ട്യൂബ് 10 cc സിറിഞ്ച് ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഡീഫ്ലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ആക്കാനായിട്ട്. ഷോർട്ട് നെക്ക് ഉള്ള പേഷ്യൻസിന് സ്പെഷ്യലി ശ്രദ്ധിക്കുക. ഷോർട്ട് നെക്ക് ഉള്ള പേഷ്യൻസിന് നമ്മൾ എന്താ ചെയ്യുന്നത്, ബുജിയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്, സ്റ്റില്ലറ്റ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ബുജി നമ്മൾ ഡയറക്റ്റ് ട്രക്കിയിൽ ഇട്ടിട്ട് അതിന്റെ കൂടെയാണ് എന്ത് പോവുക, ട്യൂബ് പോവുക. ഓക്കെ, ദെൻ സ്റ്റില്ലറ്റ് ആണ് നമ്മൾ വിത്ത് സ്റ്റില്ലറ്റ് ഇട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കാനായിട്ട്. ഓക്കെ, സ്റ്റെറൈൽ പ്രൊസീജിയർ ആയിട്ട് കീപ്പ് ചെയ്യാൻ നോക്കാം, പക്ഷെ എന്നാലും ക്രാഷ് നമുക്ക് അത് പറ്റാറില്ല. ആ കാര്യം കൂടി ഇപ്പോൾ ശ്രദ്ധിക്കുക. ക്ലിയർ ആണോ? ഈ കാര്യം കൂടി എന്താണ് പറയുന്നത്, പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ട്യൂബിങ്ങിന്റെ കാര്യത്തിൽ പറയുന്നത്. പ്ലേസ്മെന്റ് ഓഫ് ട്യൂബിംഗ് പറയാൻ നമ്മൾ ലാരിഞ്ചോസ്കോപ്പി ഉപയോഗിച്ചിട്ട് ത്രൂ ദ റൈറ്റ് സൈഡ് ആണ് പോകുന്നത്. ഇപ്പോൾ വോക്കൽ കോഡും കാണാൻ പറ്റും, ഈസോഫാഗസും കാണാൻ പറ്റും. വോക്കൽ കോഡിൽ നമ്മൾ കേട്ടിട്ട് ട്രക്കിയിലേക്ക് ഇടാണ് ചെയ്യുക. ക്ലിയർ അല്ലേ? ആ പാട്ട് നമുക്ക് പിന്നീട് ചെയ്യുമ്പോൾ പഠിക്കാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഏതാണ്, പൊസിഷൻ അല്ലെ പൊസിഷൻ ഓഫ് ട്യൂബിംഗ്. നമുക്ക് അതായത് എൻഡോട്രക്കിയൽ ട്യൂബ് ആണെങ്കിലും നാസോഗാസ്ട്രിക് ട്യൂബ് ആണെങ്കിലും അതിന്റെ കൺഫർമേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ചെസ്റ്റ് എക്സ്റേ ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഓസ്കൾട്ട് ചെയ്ത് നോക്കും, സ്റ്റെത്ത് ഉപയോഗിച്ചിട്ട് ഓസ്കൾട്ട് ചെയ്ത് നോക്കും, 5 point ഓസ്കൾട്ടേഷൻ. ഓക്കെ, ദെൻ നമുക്ക് ഇതിന്റെ ഒരു കൺഫർമേഷൻ ടെസ്റ്റ് പറയാം. ട്യൂബ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ട്യൂബ് ചെയ്യുമ്പോൾ ഫോഗി അറ്റ്മോസ് ആണ് ട്യൂബിൽ ഇല്ലെങ്കിലോ ദാറ്റ് ഈസ് ഇൻ അല്ലെ ട്രക്കിയൽ ആണ് എന്നാണ്. ഈസോഫാഗസ് ആണ് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഗ്യാസ്ട്രിക് ട്യൂബ്, കാരണം ഇത്രയും വലിയ ട്യൂബാണ്, ഇതിന് ഇത്രയും വലിയ സൈസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഗ്യാസ്ട്രിക് സെക്രീഷൻസ് അടിച്ച് കയറി ബാക്കോട്ട് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താണ് ട്യൂബിലാണോ ഈസോഫാഗസിലാണോ കയറിയത്. ക്ലിയർ അല്ലേ? സ്റ്റൊമക്കിലോട്ടാണോ പോയത്. ക്ലിയർ അല്ലേ? ഇതാണ് നമുക്ക് ട്യൂബിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ എന്താ പറയുന്നത്, പോസ്റ്റ് ഇന്റിബേഷൻ കെയർ ആണ് നെക്സ്റ്റ് വരുന്നത് അല്ലെ. നമുക്ക് പിന്നെ പോസ്റ്റ് ഇന്റിബേഷൻ കെയർ ഡിസ്കസ് ചെയ്യുന്ന നമ്മൾ ഫാസ്റ്റ് ഹഗ് ആ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ വരുന്നത് നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഡോട്ടി എന്ന് പറയും. ഡോട്ടി, ഡി ഫോർ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ട്യൂബിംഗ്, ഓ ഫോർ ഒബ്സ്ട്രക്ഷൻ ഓഫ് ട്യൂബിംഗ്, ദെൻ പി ഫോർ അതായത് ന്യൂമോതൊറാക്സ് ഓർ എന്താ ഹീമോതൊറാക്സ് ഉണ്ടോ നോക്കാനായിട്ട്. അതായത് നമ്മൾ 5 സെക്കൻഡ്സിലാണ് എവരി 5 സെക്കൻഡ്സിലാണ് ആഫ്റ്റർ നമ്മൾ ട്യൂബിങ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് ട്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് 30:2 അല്ലേ BLS നമ്മൾ അടിക്കാറ്. പക്ഷെ ട്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് എവരി 5 സെക്കൻഡ്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ആ രീതിയിൽ അത് കൂടിപ്പോയാലൊക്കെ നമുക്ക് എന്തായാലും തൊറാക്സ് അല്ലെങ്കിൽ ലങ്. അപ്പൊ അതിന്റെ കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ന്യൂമോതൊറാക്സ് ഹീമോതൊറാക്സ് ഉണ്ടോ നോക്കുന്നുണ്ട്. ആൻഡ് ഇ ഫോർ എക്യുപ്മെന്റ് ഫെയിലിയർ, അതായത് സാച്ചുറേഷൻ, മൾട്ടിപവർ മോഡിൽ നമുക്ക് സാച്ചുറേഷൻ എത്രയാണ്, COPDയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പേഷ്യന്റിന് 95 to 100 ലെവലിൽ സാച്ചുറേഷൻ കിട്ടണം അല്ലെ ഈ കണ്ടീഷനിൽ. അതായത് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ട്യൂബിന് ഉണ്ടെങ്കിലോ എക്യുപ്മെന്റ് ഫെയിലിയർ ആണെങ്കിലോ ഒക്കെ എന്താവും, ഇത് ഉണ്ടാകത്തില്ല. അപ്പൊ എക്യുപ്മെന്റ് ഫെയിലിയറും കൂടി ഉണ്ടോ നോക്കണം. ഓക്കെ, പിന്നെ ഫാസ്റ്റ് ഹഗ് ഞാൻ പറഞ്ഞു അല്ലെ. ഫാസ്റ്റ് ഹഗ് മീൻസ് FVs ഫീഡിംഗ് ആണ് വരുന്നത്. പേഷ്യന്റ് ട്യൂബ് ചെയ്ത പേഷ്യന്റ് നമുക്ക് വലിച്ചുവാരി അവർ ഫുഡ് കഴിക്കുമോ? ഇല്ല, നമ്മൾ കഴിക്കുന്നവര് ഫുഡ് അവർ കഴിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഫീഡിങ് കൊടുക്കണം. ദെൻ പെയിൻ ഉണ്ടാവും പേഷ്യന്റ്, അപ്പൊ നമ്മൾ അനാൽജസിക് ഏജൻസ് അതായത് പെയിൻ കില്ലർ എന്തെങ്കിലും കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താ, സഡേഷൻ. പേഷ്യന്റ് അവേക്കായ എന്താ സംഭവിക്കുക, ട്യൂബ് ചെയ്ത പേഷ്യന്റ്, വെന്റിലേറ്ററിൽ ഒരു പേഷ്യന്റ് അവേക്കായ എന്താ സംഭവിക്കുക, ഒന്നുമില്ല, നൈസായിട്ട് ആ ട്യൂബ് എടുത്ത് കളയും അല്ലെ. ഞാനാണ് ഒക്കെ അങ്ങനെ തന്നെ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് പേഷ്യന്റിനെ സഡേറ്റ് ചെയ്തിട്ട് പേഷ്യന്റിന്റെ കണ്ടീഷൻ ഓക്കെ ആവുന്നവരെ തന്നെ ട്യൂബിൽ വെന്റിലേറ്റർ സപ്പോർട്ടിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഷോർട്ട് ടൈം അനസ്തെറ്റിക് ഏജന്റ്, ഏതെങ്കിലും ന്യൂറോമസ്കുലർ ബ്ലോക്കിംഗ് ഏജന്റ് അങ്ങനെയുള്ള ഏതെങ്കിലും വെക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂഷ്വലി ഇവിടെ കൊടുക്കാറ്. ക്ലിയർ ആണോ?
ഓക്കെ. പിന്നെ T4 അതായത് പറഞ്ഞു ന്യൂമോതൊറാക്സ് അങ്ങനെയുള്ള എന്തുകൊണ്ടോ നോക്കണം. പിന്നെ അൾസർ, പേഷ്യന്റ് ഓൺ കടക്കല്ലേ ബെഡില്, അപ്പം അൾസർ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യന്റ് വാട്ടർ ബ്രെഡ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ആ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വരുന്നത് ഫാസ്റ്റ് ഹഗ്ഗിൽ വരുന്നത് ഗ്ലൈസമിക് കൺട്രോൾ ആണ് ലാസ്റ്റ് അല്ലെ. പേഷ്യന്റ് ഗ്ലൈസമിക് കൺട്രോൾ, അതായത് ഷുഗർ ലെവൽ എപ്പോഴും നമുക്ക് ഒരു ഹാഫ് ആൻ അവറോ 1 അവറോ കൂടെ ICU സ്റ്റാറ്റസിൽ മോണിറ്റർ ചെയ്യണം. പ്രധാനമായിട്ട് വേറെ ഇതിന്റെ പുറത്ത് വരുന്ന ഒരു കാര്യമാണ്, അത് നിങ്ങൾ ഓർത്ത് വെക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ട്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൾബ്, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫ്ലേറ്റ് ചെയ്ത ബൾബ് ബലൂൺ എന്താണ് ട്രക്കിയയില് 2 പിടിച്ചിലും ലോക്ക് ചെയ്ത് കിടക്കുകയാണ് ചെയ്യുക. അപ്പൊ അവിടെ അൾസർ വരാൻ, അവിടെ എന്താ പറയാ ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് ഓരോ 24 hours അല്ലെങ്കിൽ 12 hours നമ്മൾ എന്ത് ചെയ്യണം, ഇത് ജസ്റ്റ് പ്രഷർ മാറ്റി കൊടുക്കണം. അപ്പൊ എന്താവും, പ്രഷർ മാറ്റുമ്പോൾ ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു മസാജിങ് അവിടെ വരും. ട്രക്കിയയിലെ എന്താ പറയാ, ട്രക്കിയുടെ ഹെൽത്ത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇന്റിബേഷനിൽ വരുന്നത്, അതായത് എൻഡോട്രക്കിയൽ ഇന്റിബേഷനിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്യുക, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഓക്കെ.